SK9 മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തൻ്റെ മകൻ്റെ അകാലമൃത്യുവിൻ്റെ കാരണം അന്വേഷിച്ചാണ് ചേർത്തല താലൂക്കിൽ നിന്നുള്ള ശ്രീമാൻ ബാബുവും ഭാര്യയും കഴിഞ്ഞ ജൂലൈ 14-ാം തീയതി ഞായറാഴ്ച രാവിലെ ഏതാണ്ട് 10 മണിക്ക് വീട്ടിലെത്തിയത്. അവരുടെ 2 ആൺമക്കളിൽ ഇളയ മകൻ കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതി സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചു. മരിക്കുമ്പോൾ കേവലം 23 വയസ്സായിരുന്നു പ്രായം. ആത്മഹത്യ ചെയ്യാൻ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതേസമയം ബാബുവിൻ്റെ അമ്മ മരിച്ചത് പഞ്ചമിക്കാണെന്ന് ആരോ ബാബുവിനോട് പറഞ്ഞത്രേ. പഞ്ചമിക്ക് 5 മരണമെന്ന് പൊതുവെ നമ്മുടെ നാട്ടുകാർ പറയാറുണ്ടല്ലോ. അമ്മച്ചിയുടെ മരണശേഷമാണ് ഒരു ആക്സിഡൻറ്റും രോഗവും അവസാനം ഇളയ മകൻ്റെ മരണവുമൊക്കെ ആ വീട്ടിൽ നടന്നത്. 2022 ഡിസംബർ 1-ാം തീയതിയാണ് ബാബുവിൻ്റെ അമ്മ മരിച്ചത്. ഈ ഒരു സംശയമാണ് ബാബുവിനെ എൻ്റെ അടുത്തെത്തിച്ചത്. പഞ്ചമിക്ക് 5 മരണമെന്ന ചൊല്ലിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. പഞ്ചമിക്ക് 5 മരണമെന്ന ഒരു കാര്യം ജ്യോതിഷ സംബന്ധമായ ഒരു പ്രാമാണിക ഗ്രന്ഥത്തിലും പറയുന്നില്ല എന്ന കാര്യം ആദ്യമേ പറയട്ടെ. കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെയാണ് നമ്മുടെ ആളുകൾ പഞ്ചമിക്ക് 5 മരണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വസുപഞ്ചകം എന്ന ദോഷകാലത്തെയാണ് പഞ്ചമിന്ന് തെറ്റായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇനി വസുപഞ്ചകം എന്താണെന്ന് നമുക്ക് നോക്കാം. വസുപഞ്ചകം സംഭവിക്കണമെങ്കിൽ 5 കാര്യങ്ങൾ കൃത്യമായി വരണം. 1. ഒരാൾ മരിക്കുന്നത് അവിട്ടം 2-ാം പകുതി നക്ഷത്രത്തിലും അന്നേ ദിവസം ചൊവ്വാഴ്ചയും ഏകാദശി തിഥിയും ആയിരിക്കുകയും മരണസമയം വൃശ്ചിക ലഗ്നമാവുകയും ചെയ്താൽ അത് വസുപഞ്ചകമാണ്. 2-ാമത്തേത് അയാൾ മരിക്കുന്നത് ചതയ നക്ഷത്രത്തിലാവുകയും അന്നേ ദിവസം ബുധനാഴ്ചയും ദ്വാദശി തിഥിയും ധനുലഗ്നത്തിലുമാണെങ്കിൽ അത് വസുപഞ്ചകമാണ്. 3-ാമത്തേത് പുരുരുട്ടാതി നക്ഷത്രവും വ്യാഴാഴ്ചയും ത്രയോദശി തിഥിയും മകരലഗ്നവുമാണെങ്കിൽ അതും വസുപഞ്ചകമാണ്. 4-ാമത്തേത് ഉത്രട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ചയും ചതുർദശിയും കുംഭം ലഗ്നവുമാണെങ്കിൽ അതും വസുപഞ്ചകമാണ്. 5-ാമത്തേത് രേവതി നക്ഷത്രവും ശനിയാഴ്ചയും വാവും മീനലഗ്നവും ഒത്തുവന്നാൽ വസുപഞ്ചക ദോഷമുണ്ട്. ഇതിൽ മധ്യത്തിലുള്ള പുരുരുട്ടാതി നക്ഷത്രവും വ്യാഴാഴ്ചയും ത്രയോദശി തിഥിയും മകരലഗ്നവും ഒത്തുചേർന്ന വസുപഞ്ചകമാണ് ഏറ്റവും കാഠിന്യമേറിയത്. ഇങ്ങനെ 5 രീതിയിൽ നക്ഷത്രവും ആഴ്ചയും തിഥിയും ലഗ്നവും ഒത്തുവന്നാൽ ദോഷപരിഹാരാർത്ഥമുള്ള ക്രിയകൾ ചെയ്തില്ല എങ്കിൽ ആ വീട്ടിൽ ഒരു വർഷത്തിനുള്ളിൽ 5 മരണം നടക്കുമെന്നാണ് പ്രാചീന ജ്യോതിഷാചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ബാബുവിൻ്റെ അമ്മ മരിച്ചത് 2022 ഡിസംബർ 1-ാം തീയതിയായിരുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. അന്ന് പൂരുരുട്ടാതി നക്ഷത്രവും വ്യാഴാഴ്ചയുമായിരുന്നു. വസുപഞ്ചമത്തിന് പറയുന്ന 5 കാര്യങ്ങളിൽ ആഴ്ചയും നക്ഷത്രവും ശരിയായി വന്നു. അതേസമയം തിഥിയും ലഗ്നവും വ്യത്യസ്തമായിരുന്നു. വസുപഞ്ചമത്തിന് പറയുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും കൃത്യമായി വന്നാൽ എന്തുകൊണ്ടാണ് ഒരു വർഷത്തിനുള്ളിൽ 5 മരണമെന്ന് പറയുന്നത് എന്ന് ഇതുവരെ നിർവചിക്കാനായിട്ടില്ല. അതേസമയം സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും മനുഷ്യനുമായി എന്തോ നിഗൂഢബന്ധം ആ പ്രത്യേക സമയത്ത് ഉണ്ടാകുന്നുണ്ടെന്നും അത് മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും നമുക്കും നിഗമനത്തിലെത്താനാവും. അതെന്താണ് എന്നത് ജ്യോതിശാസ്ത്രകാരന്മാരുടെ മുന്നിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വളരെ അപൂർവമായി വസുപഞ്ചകം സംഭവിക്കുന്ന മുഹൂർത്തം വരാറുള്ളൂ. എൻ്റെ അറിവിലും അനുഭവത്തിലും അത്തരമൊരു മുഹൂർത്തം എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുഗൃഹത്തിൽ നടന്നിട്ടുണ്ട്. ആ വീട്ടിലെ ഗൃഹനാഥയുടെ പ്രസവിച്ച് ഏതാനും ദിവസം മാത്രം പ്രായമായ ഒരു ആൺകുട്ടിയും ആ വീട്ടിലെ 2 പശുക്കളും 2 പൂച്ചയും ഒരു വർഷത്തിനുള്ളിൽ മരണമടഞ്ഞത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.